ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസം 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് കരുത്തരായ ബ്രസീൽ കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ബ്രസീലിന്റെ എതിരാളികൾ ചിലിയാണ്. രണ്ടാമത്തെ മത്സരത്തിൽ ബൊളീവിയക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക. മാരക്കാനയിൽ വെച്ചുകൊണ്ടാണ് ചിലിക്കെതിരെയുള്ള മത്സരം ബ്രസീൽ കളിക്കുക. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് അധികം വൈകാതെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് 2 താരങ്ങളെ കാർലോ ആഞ്ചലോട്ടിയും അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളും ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒബ്സർവേഷനുകൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ താരം അത് സാമുവൽ ലിനോയാണ്. നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോക്ക് വേണ്ടിയാണ് ഈ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും അദ്ദേഹം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് ബ്രസീലിലേക്ക് മടങ്ങിയെത്തിയത്. കോപ്പാഡോ ബ്രസീലിൽ അത്ലറ്റിക്കോ എംജിക്കെതിരെ നടന്ന മത്സരത്തിൽ ഫ്ലമംഗോക്ക് വേണ്ടി സാമുവൽ ലിനോ കളിച്ചിരുന്നു. ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി CBFന്റെ സ്റ്റാഫുകൾ എത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രകടനം വീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇവർ എത്തിയിരുന്നത്. താരത്തെ ബ്രസീൽ ടീം ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. വിങ്ങറായിക്കൊണ്ട് കളിക്കുന്ന താരമാണ് സാമുവൽ ലിനോ. പല പൊസിഷനുകളിലും കളിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ താരത്തിന്റെ ഒരു പ്രത്യേകത. ഇനി രണ്ടാമത്തെ താരം അത് ലിയാങ്കോയാണ്. അതായത് അത്ലറ്റിക്കോ എംജിക്ക് വേണ്ടി കളിക്കുന്ന സെന്റർ ബാക്ക് ആണ് ലിയാങ്കോ. ഫ്ലമംഗോക്കെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിൽ താരത്തെയും കാർലോ ആഞ്ചലോട്ടിയുടെ സ്റ്റാഫുകൾ നിരീക്ഷിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ സ്റ്റാഫുകൾ സംതൃപ്തരാണ്. ബ്രസീൽ ഈ താരത്തെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ സാമുവൽ ലിനോ, ലിയാങ്കോ തുടങ്ങിയ താരങ്ങൾ അടുത്ത ബ്രസീൽ ടീമിൽ ഇടം നേടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നെയ്മർ ജൂനിയറുടെ ഒരു തിരിച്ചുവരവ് കൂടി ഇത്തവണ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.